എല്ലാവർക്കും നമസ്കാരം. പീപ്പിൾ പ്ലസ് ടിവിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി ഗാനരചയിതാവും എഴുത്തുകാരനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ കലാഭവൻ മണികണ്ഠൻ ചേട്ടനെയാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടന്റെ പേര് കലാഭവൻ മണികണ്ഠൻ എന്നാണല്ലോ. എങ്ങനെയാണ് കലാഭവൻ എന്ന പേര് ചേട്ടനിലൂടെ വന്നത്? 96, 97, 98 കാലഘട്ടങ്ങളിൽ ഞാൻ കൊച്ചിൻ കലാഭവനിലെ ആർട്ടിസ്റ്റായിരുന്നു. അങ്ങനെയാണ് ആ പേര് വന്നത്. ആ കാലഘട്ടങ്ങളിൽ ഇപ്പൊ KPSC പോലെ തന്നെ പ്രശസ്തമായിട്ടുള്ളൊരു ട്രൂപ്പാണ്. അപ്പൊ അതിന്റെ പേര് കൂടെ വയ്ക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള കലാഭവനിൽ എത്തിപ്പെടുക, ആ പേരിലൊന്ന് അറിയപ്പെടുക എന്നൊക്കെ പറഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ സ്വപ്നമായിരുന്നു. അപ്പൊ അന്നൊക്കെ അഭിലച്ചൻ ഉള്ള സമയത്താണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളവിടെ ഞാനും കബീറും കൂടി ഒരു കാസറ്റ് അവിടെ റെക്കോർഡ് ചെയ്തു. മാളചേട്ടനായിരുന്നു അത് പ്രസന്റ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ടൈറ്റിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ആവലച്ചൻ്റെ അടുത്ത് ചെന്നു. അച്ഛോ ഞങ്ങളുടെ പേരിന്റെ കൂടെ കലാഭവൻ എന്ന് വെച്ചോട്ടെ ചോദിച്ചപ്പോ അച്ഛൻ അന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അതിന് നിങ്ങൾ എക്സ്ട്രാ പൈസ തരേണ്ട വരും എന്ന് പറഞ്ഞു. അച്ഛൻ തമാശ പറഞ്ഞാണ്. അങ്ങനെ അഭിലച്ചന്റെ അനുമതിയോടെയാണ് കൊച്ചിൻ കലാഭവൻ എന്ന വലിയ പ്രസ്ഥാനത്തിന്റെ പേര് എൻ്റെ പേരിന്റെ കൂടെ 97 ചേർന്നാണ്. ഇപ്പൊ നമ്മളത് ഒഴിവാക്കിയാലും മാറുന്നു തോന്നുന്നുണ്ട്. കാരണം അത് രജിസ്റ്റർ ആയ പേര്. ചേട്ടൻ ഒരുപാട് പാട്ടുകൾക്ക് പുറമെ കുറച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അതിലൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, വനജയുടെ ജ എന്ന പേരിലൊരു പുസ്തകം. അതെന്താണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം? വനജയുടെ ജ എന്ന് പറയുന്നതിന് മുന്നേ 2 പുസ്തകങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അത് തൂശിമ കുന്താരോ. തൂശിമ കുന്താരോ എന്നുള്ള കാരണം കലാഭവൻ മണിയുടെ പ്രശസ്തമായൊരു കഥാപ്രസംഗത്തിന്റെ പേരാണ് തൂശിമ കുന്താരോ. അപ്പൊ അത് എഴുതിയത് ഞാനാണ്. ആ കഥാപ്രസംഗം എഴുതിയത് ഞാനായതുകൊണ്ടും ആ പേര് സ്വീകരിച്ചതാണ്. രണ്ടാമത് ഓടണ്ട ഓടിത്തളരണ്ട എന്ന പാട്ടിന്റെ ഒരു ഭാഗം ആണ് ഞാൻ. അപ്പൊ ആ പാട്ടിൽ വീടിന് അടയാളം ശീമക്കൊന്നുണ്ടല്ലോ വരികൾ. അപ്പൊ രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേര് വീടിന് അടയാളം ശീമക്കൊന്ന. പുസ്തകത്തിന്റെ ടൈറ്റില് അല്ലെങ്കിൽ കാസറ്റിന്റെ ടൈറ്റില് അല്ലെങ്കിൽ കവിതയുടെ കഥയുടെ ടൈറ്റിലൊക്കെ പ്രാധാന്യമുണ്ട്. നമുക്ക് അപ്പൊ ആകർഷിക്കാൻ വേണ്ടിയുള്ള പേരുകളാണ്. വനജയുടെ ജ എന്ന് പറയുന്നത് വനജ ഒരു കഥാപാത്രമാണ് അതില്. അപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ വനജയുടെ ജ എന്ന് പറയുമ്പോൾ ഇത്തിരി ചിരിക്കും. അപ്പൊ ഞാൻ പറയും, ഈ ജ എന്ന് പറയുന്നത് ജട്ടിയും ജാക്കറ്റും ഒന്നല്ല. വനജയുടെ ജ എന്ന് പറഞ്ഞാല് ഒരു സ്ത്രീയുടെ വിജയത്തിന്റെ പുറകിലും പരാജയത്തിന്റെ പുറകിലും പിന്നിലും ഒരു ഉണ്ടാവില്ല, ഒരു ശക്തി ഉണ്ടാവും. പരാജയം, ജയം, പരാജയം. ആ ജായാണ് വനജയുടെ ജ. അത് ആ പുസ്തകം വായിച്ചവർക്ക് മനസ്സിലാവും. മിമിക്രിക്കാര് പൊതുവെ കൊമേഡിയന്മാരാണ്. എങ്ങനെയാണ് ചേട്ടൻ ഈ എഴുത്തിന്റെ മേഖലയിലേക്ക് വന്നത്? മിമിക്രിക്കാർ കൊമഡിയൊന്നുമല്ല. ഞാൻ പരിചയപ്പെട്ടുള്ള ഭൂരിപക്ഷം മിമിക്രിക്കാരും ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നവരാണ്. എല്ലാവരും ചാർലി ചപ്ലിന്മാരാണ് പകുതി പേരും. അപ്പൊ നമ്മളെ മറ്റുള്ളവനെ ചിരിപ്പിക്കാൻ ഈ സത്യം പറഞ്ഞ ചിരിയുടെ വളം എന്ന് പറയുന്നത് കണ്ണീരാണ്. നിങ്ങൾ ഏറ്റവും നല്ലൊരു കോമഡിയെ നിങ്ങൾ ചിരിപ്പിച്ച ഒരാളെ നിങ്ങളിപ്പോൾ പരിചയപ്പെട്ട് അവരുടെ അല്ലെങ്കിൽ അവരുടെ മനസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഥകൾ കേട്ടാൽ നിങ്ങൾ ഒരുപക്ഷെ അറിയും. അത്തരം കഥകളിലൂടെയാണ്, അനുഭവങ്ങളിലൂടെയാണ് ഞാനും വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ മിമിക്രി എന്ന് പറയുന്നത് കോമഡിയൻ ആവണത് കാലിയെ പോക്കറ്റ് നോക്കിയിട്ടാണ് ആവണത്. സത്യത്തിൽ ഒരു കോമഡിയനൊന്നല്ല, വെരി സീരിയസ് ആണ്. എല്ലാ മനുഷ്യരും സീരിയസ് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. കോമഡി ചെയ്യണം എന്ന് പറഞ്ഞത് ഉപജീവന മാർഗമായിട്ടായിരിക്കും. അല്ലാണ്ട് രാവിലെ എണീറ്റിട്ട് കുറെ പേരോട് തമാശ പറഞ്ഞ് ഇന്ന് കുറെ പേര് ചിരിപ്പിക്കണം എന്ന് പറഞ്ഞ ഒരാളും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല. സാഹചര്യങ്ങൾ മനുഷ്യനെ ഓരോ തലങ്ങളിലേക്ക് എത്തിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എഴുത്തുകാരൻ്റെ ഒരു വിളി എന്നിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു ബാല്യത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു എഴുത്തുകാരനാകണമെന്ന്, ഒരു പുസ്തകം ഇറക്കണമെന്ന് അധമ്യമായി വളരെ ഡീപ്പായിട്ട് ആഗ്രഹിച്ചെങ്കിലും അത് നടക്കും. കാരണം അതിനുള്ള വിദ്യാഭ്യാസം എനിക്കില്ല. അതിലുപരിയായിട്ട് ഭാഷാ സമ്പത്തില്ല. മാത്രം ഞാൻ 4ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ. പിന്നെ 5 മുതൽ സംസ്കൃതം, കോളേജിൽ ഹിന്ദി ആയിരുന്നു. പിന്നെ മലയാളം പോലും എനിക്ക് തെറ്റുകൂടാതെ എഴുതാൻ അറിയില്ല. പിന്നെ എങ്ങനെ എഴുത്തുകാരനായെന്ന് പറഞ്ഞാൽ അത് അത്ഭുതം, ദൈവത്തിൻ്റെ ചില കൈകടത്തൽ എന്ന് പറയാം. ഇങ്ങനെ 3 പുസ്തകങ്ങൾ എഴുതി, അത്യാവശ്യം റീച്ചുണ്ട്, വായനക്കാരുണ്ട്. 4ാമത്തെ പുസ്തകം എഴുതി. ഇതിലൊരു വനജയുടെ ഞാൻ പഠിച്ച കുഞ്ഞുകുട്ടൻ തമ്പുരാൻ കോളേജിലെ അധ്യാപകർ വായിക്കുകയും ആ പുസ്തകം അവർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാൻ താല്പര്യപ്പെടുകയും ചെയ്തപ്പോൾ ഞാൻ എൻ്റെ അനുമതി കൊടുക്കുകയും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു കഴിഞ്ഞു. ഒരുപക്ഷെ എൻ്റെ നാട്ടിലായ ഗ്രാമമായ പൈങ്ങോട്ടിൽ
ഒരു പുസ്തകം എഴുതിയിട്ട് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലപ്പോൾ എനിക്ക് അറിയില്ല. അപ്പോൾ ആ പുസ്തകം താമസിയാതെ തന്നെ ഇംഗ്ലീഷ് കോപ്പി ഇറങ്ങും, വിവർത്തന പുസ്തകം ഇറങ്ങും. അതിനൊപ്പം തന്നെ എൻ്റെ അടുത്ത പുസ്തകം ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിപണിയിൽ ഇറങ്ങും. മണികണ്ഠൻ ചേട്ടാ, ഇനി നമുക്ക് പാട്ടുകളെ കുറിച്ച് സംസാരിക്കാം. മണികണ്ഠൻ ചേട്ടൻ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ടല്ലോ. അതില് മണികണ്ഠൻ ചേട്ടന് ഹൃദയസ്പർശിയായ ഒരുപാട് പാട്ടുകൾ കാണുമല്ലോ. അതിലേതെങ്കിലും 1-2 പാട്ടുകൾ ഇപ്പൊ പാടാൻ പറ്റുമോ? എനിക്ക് വേണ്ടിയും പ്രേക്ഷകർക്ക് വേണ്ടിയും. പാട്ടുകള് പാരഡിയാണ് ആദ്യം തുടങ്ങിയത്. പാരഡി പാട്ടുകളൊക്കെ അത്യാവശ്യം ആൾക്കാർ പാടി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കലാഭവൻ മണി എൻ്റെ ഒക്കെ പാടിയപ്പോൾ നന്നായിട്ട് ജനങ്ങളിൽ എത്തിപ്പെട്ടത്. ഇപ്പോഴും പാട്ട് എഴുത്തുണ്ട്, ലളിതഗാനം എഴുതാറുണ്ട്, അതുപോലെ തന്നെ ഭക്തിഗാനങ്ങളൊക്കെ എഴുതാറുണ്ട്. നമ്മൾ എന്ത് കുത്തിക്കുറിച്ചാലും അതിനോടെല്ലാം താല്പര്യം തന്നെയാണ്. എന്നാലും നമ്മൾ ഏതൊരു അച്ഛനമ്മോട് ചോദിച്ചാല് പറയും, 6 മക്കളുണ്ടെങ്കിൽ ഏത് മകനോട് ഇഷ്ടം എന്ന് ചോദിച്ചാല് പറയും എനിക്ക് എല്ലാവരും പ്രിയപ്പെട്ട. എന്നാലും ബാബുവിനോട് ഇഷ്ടം എന്ന് പറയണ അമ്മേനെ കണ്ട. അതുപോലെ അങ്ങനെയുണ്ട്. ഇപ്പം മലയാളമേ, കേരളത്തിന്റെ ഭാഷയും കേരളത്തെ കുറിച്ച് എഴുതിയ മലയാളമേ എന്നൊരു പാട്ടുണ്ട്. മലയാളമേ മലയാളമേ മധുരിക്കും മലയാളമേ, കേരം തിങ്ങും കേരള നാടിൻ്റെ നാവാണു നീ, ഉയിരാളു നീ. മലയാളമേ മലയാളമേ മധുരിക്കും മലയാളമേ. ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ കോമഡി പാട്ടുകളിൽ വെച്ചിട്ട് ഏതാണ്? കോമഡി ഒക്കെ നമ്മൾ എഴുതിയതല്ല, നമ്മൾ എഴുതി അത് കേട്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് അത് മൂലി നടക്കണത് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മളെ ആ ശ്രോതാവ് നമ്മളൊന്ന് പറയുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു പൂർണ്ണതയുള്ളൂ. ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത നമ്മൾ എഴുതിക്കൊണ്ട് കാര്യമില്ല. ആ കഥ അല്ലെങ്കിൽ ആ കവിത മറ്റുള്ളവർക്ക് ഹൃദയത്തിൽ തട്ടാൻ, അല്ലെങ്കിൽ അവർക്ക് ചിരിക്കാനാണെങ്കിൽ ചിരിപ്പിക്കാനും കരയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് സന്തോഷമുള്ളൂ. അങ്ങനെ കുറെ സന്തോഷമൊക്കെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കഥകൾ എഴുതി തുടങ്ങിയപ്പോഴാണ് കൂടുതലും. പിന്നെ ഈ കലാഭവൻ മണിയുടെ തുശുമ്പ കുന്താരം എന്ന് പറഞ്ഞ കാസറ്റ് മലയാളികൾ നെഞ്ചിലേറ്റിയതാണ്. അത് സൂപ്പർ ഹിറ്റായിരുന്നു. പുളും ചോപ്പുള്ള മാങ്ങ ആനവെല്ലാം മുഴങ്ങിയൊക്കെ. അപ്പം അതിലെ പാട്ടുകളൊക്കെ ഞാൻ എഴുതിയതാണ്. അങ്ങനെയുണ്ട്. പൂർണ്ണമായിട്ടല്ല, ഭൂരിപക്ഷം പാട്ടുകൾ എൻ്റെ വരികളായിരുന്നു. ഈ ക്ലാസിക്കൽ പാട്ടിന്റെ പാരഡി ചെയ്തിട്ടുണ്ട്. അത് പ്രകാരമായിരുന്നു. വരുമ്പോ നീ കലപാനി സിനിമയ്ക്ക് തരുണി, വരുകില്ലേ മോളെ നീ മോർണിംഗ് ഷോ കാണാൻ, ഒരുപാട് നാളായി ഞാൻ കൊതിക്കുന്നു കരളെ, പിടിവാശി കാട്ടാതെ വരികന്റെ അരികെ, വരുമോ നീ കലപാനി സിനിമയ്ക്ക് തരുണി, വരുകില്ലേ മോളെ നീ മോർണിംഗ് ഷോ കാണാൻ. ഇത് എഴുതുമ്പോ കാലാപാനി റിലീസായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പടപ്പം തന്നെയല്ലേ. പിന്നെ പാരഡികള് കാലം കഴിഞ്ഞു. ഇന്നിപ്പോ യൂട്യൂബിൽ ഒരു പാട്ടിന്റെ പാരഡി നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കോപ്പിറൈറ്റ് വരും. അപ്പൊ അങ്ങനെ ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പാട്ടുകള് ഇപ്പോ അവകാശവാദങ്ങൾ ഉന്നയിക്കുക അതൊക്കെ ഉണ്ടല്ലോ. പലരും മ്യൂസിക് ചെയ്തായി എനിക്ക് മനസ്സിലാവണില്ല. മ്യൂസിക് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ പണം വാങ്ങിക്കുന്നുണ്ട് ആ മ്യൂസിക് ഡയറക്ടർ. പിന്നെ പൂർണ്ണമായിട്ടും അതിന്റെ അവകാശി പ്രൊഡ്യൂസറാണ്, നിർമ്മാതാവാണ്. അപ്പൊ പിന്നെ മ്യൂസിക് ചെയ്ത പലരും പറയണത് എൻ്റെ പാട്ടുകൾ പാടുന്നു, അതെങ്ങനെ അധികം അവരുടെ പാട്ട് ഒരിക്കലാവില്ല. കാരണം അവര് മറ്റുള്ളവന്റെ എഴുതിയ വരികളിൽ അവര് ചിട്ടപ്പെടുത്തുന്നത് നിലവിലുള്ള രാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. നിലവിലുള്ള രാഗം പുള്ളിയുടെ ഇല്ല, മറ്റുള്ളവർ ചിട്ടപ്പെടുത്തിയ രാഗം വെച്ചിട്ടാണ് ട്യൂൺ ചെയ്യണത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് സംഗീത സംവിധായകന്റെ മാത്രം അവകാശം മാറുന്നത് മനസ്സിലാവില്ല. സമകാലിക സംഭവങ്ങളിലെ വർത്തമാനകാലത്ത് ഇത്തരം കേസുകൾ പത്രത്തിൽ വായിച്ച അറിവിന്റെ പുറത്ത് ഞാൻ പറയണത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാ.
ഇതിനൊന്നുമല്ല. ഇപ്പൊ ഈ അടുത്ത യൂട്യൂബിൽ ഹിറ്റ് ആയിട്ട് ചേട്ടൻ ചെയ്ത സോങ് ഏതാണ്? ഞാനിപ്പോ ഒരുപാട് ആൽബങ്ങൾ ചെയ്തിട്ടില്ല. വളരെ ചുരുക്കം ആൽബങ്ങൾ എഴുതി മ്യൂസിക് നൽകി ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയാവുന്നത് അയ്യനയ്യപ്പൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ആൽബമാണ്. മന്ത്രം ചൊല്ലുമ്പോൾ എത്തും അയ്യപ്പ. അത് നമ്മുടെ വടമ മാള വലിയറമ്പിലുള്ള വലിയറമ്പല്ല കോട്ടമുറിയിലുള്ള ഒരു തരിൻ തോമസ്, അദ്ദേഹം പ്രവാസിയാണ്. അദ്ദേഹമാണ് എന്നെ മ്യൂസിക് ആൽബത്തിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്നത് അദ്ദേഹമാണ്. കാരണം ഞാനതിൽ ഡയറക്ഷൻ പഠിച്ചിട്ടില്ല, എനിക്ക് വലിയ പരിചയമില്ലെങ്കിലും ധൈര്യമായിട്ട് ചെയ്യാൻ എനിക്ക് സപ്പോർട്ട് നൽകി, ധൈര്യം നൽകിയ തരിൻ തോമസിനോടുള്ള കൃതജ്ഞത ആദ്യം രേഖപ്പെടുത്തട്ടെ. പിന്നെ അതിൻ്റെ ക്യാമറമാൻ അജിത്ത് ദൃശ്യ കൊടകരയിലുള്ളത്. ഞങ്ങൾ ഇത് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അനാർഭാടമായിട്ടാണ്. ഒരു പടയൊന്നും ഉണ്ടാവില്ല, ഒരു അസിസ്റ്റൻ്റ് ഉണ്ടാവില്ല, ഒരു അസോസിയേറ്റ് ഉണ്ടാവില്ല, ഒന്നുമില്ല. ക്യാമറമാൻ അജിത്ത് ഉണ്ടാവും, ഞാനും ഉണ്ടാവും. അവിടെ വെച്ച് സത്യം പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് പോലും ഉണ്ടാവില്ല. ആ സന്ദർഭത്തിൽ എന്തൊക്കെ തോന്നണം അത് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ആൽബത്തിൻ്റെ പാട്ട് ഹിറ്റാണ്. ആ പാട്ട് പാടിയിട്ടുള്ളത് രഞ്ജു ചാലക്കുടിയാണ്. അദ്ദേഹം തന്നെ മ്യൂസിക് രചന മാത്രമാണ് എൻ്റെ ഇത്. മണികണ്ഠൻ ചേട്ടൻ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ പറ്റി ഒന്ന് പറയാമോ? ഡബിങ് എന്ന് പറയുന്നത് ഞാനൊരു 6 സിനിമകൾക്ക് ശബ്ദം നൽകിയത് കമലഹാസന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിറ്റായ തമിഴ് സിനിമകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ അതിലാണ് കമലഹാസൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ഡബ് ചെയ്തിട്ടുള്ള പടം മൊത്തം. ഇന്ത്യൻ എന്ന സിനിമയിൽ അച്ഛൻ്റെയും മകൻ്റെയും ശബ്ദം എൻ്റെയാണ്, ഞാൻ കൊടുത്തതാണ്. പിന്നെ അഭയ് ഷൺമുഖിലി ഫീമെയിൽ മെയിൽ 2 വയസ്സില്ലേ കമലഹാസന്, ഷൺമുഖി ഞാനാ കൊടുത്ത മലയാളത്തിൽ. പിന്നെ തെന്നാലി, നായകൻ, അൻപേ ശിവം, അങ്ങനെ മൊത്തം ഒരു 6 പടം ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയണത് ഞാൻ മിമിക്രിയിൽ കമലഹാസൻ്റെ ശബ്ദം അനുകരിക്കാറുണ്ട്. അങ്ങനെ പ്രവീൺ ഹരിശ്രീ എന്ന് പറയുന്ന ഡബിങ് ആർട്ടിസ്റ്റ് പ്രശസ്തനാണ് പുള്ളി. അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, എടാ അങ്ങനെ ചാൻസ് ഉണ്ട്, നീ ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെയാണ് കമലഹാസന് ആദ്യമായിട്ട് നായകനിൽ ഡബ് ചെയ്തത്. പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും ഒന്ന് പറയാമോ? കമലഹാസന്റെ വോയിസ് എടുക്കാം, കുഴപ്പമില്ല. ഞാൻ ബോംബെയിലൊക്കെ പോകുമ്പോൾ പലരും സംശയമെന്ന് ചോദിക്കും, കമലഹാസൻ യൂണോ മലയാളി എന്ന്. ബട്ട് ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം തമിഴ്നാട്ടിലാണെങ്കിലും എൻ്റെ ബാല്യത്തിലെ കളത്തൂർ കണ്ണമ്മ സേതുമാധവൻ സാറിൻ്റെ ഫിലിമായ കളത്തൂർ കണ്ണമ്മ എന്ന സിനിമയിലൂടെയാണ് ഞാൻ സിനിമാ ഫീൽഡിലേക്ക് പിച്ചവച്ചത്. അങ്ങനെ പിന്നീട് തമിഴും ഹിന്ദി എങ്കിലും മലയാളം ഉണ്ട്. ജീവിതത്തിൽ ഒരു ലാസ്റ്റ് എന്നായാലും വയസ്സായിക്കൊണ്ടിരിക്കുന്നത് ഒരു നാളിൽ നമ്മൾ സിനിമയിൽ നിന്നും വിടുതൽ ചെയ്യും. അന്നേരം ഒരു വിശ്രമം വേണമല്ലോ. ഞാനപ്പോൾ ഐ ലവ് യു കേരള, ഞാൻ കേരളത്തിലായിരിക്കും അവസാനം, ജീവിതത്തിൻ്റെ ലാസ്റ്റ് പോയിന്റ് അവിടെ വെച്ചായിരിക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം, ആംബിഷൻ. അടിപൊളി. മണികണ്ഠൻ ചേട്ടൻ പാട്ടും കോമഡിയും എഴുത്തെല്ലാം നിർത്തി ഇപ്പൊ രാഷ്ട്രീയത്തില് നിൽക്കുന്ന കേൾക്കണോ? അതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? രാഷ്ട്രീയം വ്യക്തിപരമാണ്. അതെല്ലാ കലാകാരന്മാർക്കും ഉണ്ട്, എഴുത്തുകാർക്കുണ്ട്, മറ്റു വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തികച്ചും വ്യക്തിപരമായൊരു ഇഷ്ടം ഉണ്ടല്ലോ രാഷ്ട്രീയത്തോട്. അതിപ്പോൾ ഞങ്ങൾക്ക് മിമിക്രിക്കാരായ ഞങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയോട്, ഒരു ഫുട്ബോൾ കളി നമ്മൾ കണ്ട് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ടീമിനോട് ഇഷ്ടം തോന്നില്ല. എന്നപോലെ രാഷ്ട്രീയത്തോട് നമുക്കിഷ്ടം. ഞാനും കോൺഗ്രസ്സിലാണ് പ്രവർത്തിക്കുന്നത്. ഈ കാൻഡിഡേറ്റാണ്, വെള്ളാങ്കണ്ടി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അതും ഒരു ക്രൈസാണ് സത്യം. ജനങ്ങളായിട്ടൊരു സംവാദം, ജനങ്ങളായിട്ടുള്ള ദിവസം കണ്ടുമുട്ടലും അവരുടെ ദുഃഖങ്ങളൊക്കെ കേൾക്കുന്നതും, അതും അവരുടെ ദുഃഖങ്ങൾക്ക് രസം എന്നല്ലേ പറയണത്. കൂടുതൽ അനുഭവങ്ങളിൽ, ജീവിതത്തിലെ അനുഭവങ്ങൾ, ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് എനിക്ക് അത്ര അനുഭവങ്ങൾ കൂടുതൽ ഊർജ്ജം നൽകും. അങ്ങനെ പോകുന്ന ജീവിതമൊക്കെ. നാളെ എന്താകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഏതിലാണ് നമ്മൾ ശോഭിക്കുക എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ വിവിധ മേഖലകളിൽ എന്ന് പറയില്ലേ, കുളത്തിലും തോട്ടിലും അവിടെയൊക്കെ ചൂണ്ടിയിടുന്ന ഒരു പയ്യൻ്റെ പോലെയാണ്. എവിടെ നിന്ന് മീൻ കിട്ടുമെന്ന് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്. ഇനിയുള്ള ആ ശേഷിക്കുന്നു ഇത്രയും നമുക്ക് 56 വയസ്സ് 6 വയസ്സ് വരെയും ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ നിന്നു.
ഇനിയുള്ള ശുഷ്കമായ ഈ കാലഘട്ടത്തിലും ആരെയും വെറുപ്പിക്കാതെയും ആരെയും വേദനിപ്പിക്കാതെയും ആരെയും സങ്കടപ്പെടുത്താതെയും ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരുന്നു എന്ന് ഒരു രേഖപ്പെടുത്തൽ ഉണ്ടാക്കണം, മനസ്സിലായില്ലേ? അത് എൻ്റെ പുസ്തകങ്ങൾ ഉണ്ടാകും. വരും തലമുറയ്ക്കെങ്കിലും അല്പനേരെങ്കിലും ഒന്ന് ചിരിക്കാനും സന്തോഷിക്കാനുള്ള രചന. അതാണ് നർമ്മത്തിനാണ് കൂടുതൽ, ഹ്യൂമറിനാണ് എൻ്റെ എഴുത്തിലേക്ക് കൂടുതൽ പ്രാധാന്യം ഞാൻ തരുന്നത്. അതിന് ഉള്ള ആയുസ്സും ആരോഗ്യവും ഓർമ്മശക്തിയും ഒക്കെയാണ് ഇനി അനിവാര്യമായിട്ടുള്ളത്. അത് ധനം തന്നില്ലെങ്കിലും ഏറ്റവും വലിയ ധനം ആരോഗ്യമാണല്ലോ. അപ്പോൾ ആരോഗ്യം, നല്ല ആരോഗ്യത്തോടെ ഈ ഭൂമുഖത്ത് ദൈവം അനുവദിക്കുന്ന ആ കാലയളവ് മരണം വരെ കുഴപ്പമില്ലാതെ പോകാൻ മാത്രം വലിയ പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളും ഒന്നുമില്ല. ഇങ്ങനെ പോകുന്നു. നന്ദി, നമസ്കാരം. മണികണ്ഠൻ ചേട്ടൻ്റെ ലൈഫിലെ ഒരുപാട് നല്ല വിശേഷങ്ങളാണ് ഇത്രയും നേരം നമ്മോടൊത്ത് പങ്കുവച്ചത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.